ദിവസം മുന്നെയാണ് സാംസങ് അവരുടെ S22 സീരീസ് ലോഞ്ച് ചെയ്തത്. സോ 3 ഫോൺ ലോഞ്ച് ചെയ്തു, S22, S22 Plus, S22 Ultra. ആൻഡ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സാംസങ്ങിന്റെ S22 Plus ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ആണ്, റിവ്യൂ വീഡിയോ അല്ല. റിവ്യൂ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. ബട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഫോൺ കൊണ്ടുവന്ന് ഫുൾ ചാർജ് ഒക്കെ ചെയ്ത് കയ്യിലെടുത്തപ്പോഴത്തേക്ക് രാത്രിയായി. പക്ഷേ സാംസങ് പറയുന്നത് ഈ ഫോണിൻ്റെ ക്യാമറാസ് നൈറ്റ് മോഡിന് ഒപ്റ്റിമൈസ്ഡ് ആണ്, നൈറ്റോഗ്രഫി എന്ന് തന്നെയാണ് അവർ അഡ്വർടൈസും അല്ലെങ്കിൽ ക്ലെയിമും ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി S22 പ്ലസിൻ്റെ 8GB റാമും 120GB വേരിയൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സ് വളരെ കുട്ടിയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കും അറിയാം. എന്തായാലും ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് ഫോണിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡ് പാക്കേജ് സാംസങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ പേപ്പർ വർക്കുകൾ ഉള്ളത്. അതുപോലെ ഒരു USB-C to USB-C കേബിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ പുറകിലായിട്ട് ഒരു സിം എജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ്. ഈ അടുത്തൊക്കെ അൺബോക്സിങ് ഭയങ്കര പെട്ടെന്ന് തീരുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻസ്, ഡിവൈസ് കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ അറിയോ? ഡെൻസിറ്റി. അതായത് നിങ്ങൾ ഈ കാണുന്ന ഷേപ്പിന് പ്രതീക്ഷിക്കുന്നതിലും കുറച്ചുകൂടി ഒരു വെയിറ്റ്, അല്ലെങ്കിൽ കയ്യിൽ വെക്കുമ്പോൾ ഒരു ഫുള്ളർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് വെയിറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 196 ഗ്രാംസ് എന്നാണ് കണ്ടത്. എന്തായാലും 196 ഗ്രാംസ് ഉള്ളൂ എങ്കിലും നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യും. സോ ഫോണിൻ്റെ ഫിസിക്കൽ ഓറിയ നോക്കുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 ആൻറ്റണ ബാൻഡുകൾ കാണുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ആൻറ്റണ ബാൻഡും വോളിയം റോക്കേഴ്സും പവർ ബട്ടനും ഉണ്ട്. ഇനി താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെയാണ് സിം ട്രേ ഉള്ളത്, അതുപോലെ തന്നെ മൈക്രോഫോൺ, പിന്നെ USB Type-Cയും അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ഗ്രില്ലും ഒരു ചെറിയ ആൻറ്റണ ബാൻഡും ഉണ്ട്. ഇനി മുകളിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും ആൻറ്റണ ബാൻഡ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിടക്കുന്നത്. S50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ. ആൻഡ് S22 സീരീസിൽ അവർ ഏറ്റവും കൂടുതൽ ബോസ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ് ക്യാമറയിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ്. സോ ക്യാമറയുടെ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം, അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ 50 MP പ്രൈമറി ക്യാമറ, അതേപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, ഒരു 3 times ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഫ്ലാഷ് ഉണ്ട്. ആൻഡ് ബാക്ക് സൈഡ് നമ്മൾ നോക്കുന്ന ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ആണ്, ആക്ച്വലി മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുള്ള ഗ്ലാസ് ആണ്. ഇതിൻ്റെ കളർ ഒരു ഫാൻറ്റം ബ്ലാക്ക് എന്നാണ് പറയുന്നത്. കൂടാതെ വേറെയും കളർ വേരിയൻസിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി താഴെയായിട്ട് നമുക്ക് ഗ്ലോസി ഫിനിഷിൽ സാംസങ്ങിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ബിൽഡിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ S22 പ്ലസിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഒരു ഡൈനാമിക് AMOLED 2x 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്ഡോറിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ വിസിബിലിറ്റി ഒരു രക്ഷയില്ല. കാരണം 1750 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് വിഷൻ ബൂസ്റ്റർ എന്ന് പറയുന്ന ടെക്നോളജിയും കൊടുത്തിട്ടുണ്ട്. സോ ബ്രൈറ്റ്നസ് വെറുതെ അങ്ങ് കൂട്ടുകൾ മാത്രമല്ല, നമ്മൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയാൽ പോലും ക്ലാരിറ്റിയിൽ യാതൊരു കുറവും വരാതെ, അല്ലെങ്കിൽ ആ ഒരു സാച്ചുറേഷനിലോ അല്ലെങ്കിൽ പിക്ചർ കാണുന്നതിൽ ഭയങ്കര ബ്രൈറ്റ് ആണ്, ഓവർ എക്സ്പോസ്ഡ് ആണെന്നുള്ള തോന്നൽ വരുത്താത്ത രീതിയിലുള്ള വിഷൻ ബൂസ്റ്റർ ടെക്നോളജിയും കൂടെ ഉള്ളതുകൊണ്ട് പുറത്തായാലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലായാലും വീട്ടിനകത്തായാലും ഒരു രക്ഷയില്ല, കിഡ്ലനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് നോർമലി നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് AMOLED സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പർ ബ്ലാക്സ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇതിനകത്ത് 2 മോഡുകളുണ്ട്. നമുക്ക് വിവിഡ് മോഡും നാച്ചുറൽ മോഡും ഉണ്ട്. വിവിഡ് മോഡിലാണ് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടെ പഞ്ചിയർ ആയിട്ടുള്ള കളേഴ്സ് കാണാൻ പറ്റും. ഓവറോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഡിസ്പ്ലേ കൊള്ളാമെന്നല്ല, എനിക്ക് തോന്നുന്നു സാംസങ് ആണല്ലോ ഡിസ്പ്ലേ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ആൻഡ് അവരുടെ തന്നെ ഏറ്റവും ടോപ്പ് ഡിസ്പ്ലേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയോന്നറിയില്ല, ബെസൽസ് 4 സൈഡിലുള്ള ബെസൽസ് ഈക്വൽ ആണ്. എൻ്റെ എന്ത് തിന്നാന്നറിയോ, ആ ഒരു ബെസൽസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ബെസൽസ് ഇല്ല എന്ന് തന്നെ തോന്നിക്കുന്ന രീതിയിൽ വളരെ തിന്നായിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് പ്രീമിയം കാറ്റഗറിയിലുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചേ പറ്റൂ. പിന്നെ ഈ ഡിസ്പ്ലേക്ക് അകത്തായിട്ടാണ് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ആൻഡ് മുകളിലായിട്ട് ചെറിയ ഒരു പഞ്ച് ഹോൾ കൊടുത്തിട്ടുണ്ട്. അത് 10 MP ഫ്രണ്ട് സെൽഫി ക്യാമറയുടെയാണ്. ഇനി അടുത്തത് ഈ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. ഇതിനകത്തുള്ളത് 8GB റാം ആണ്, പ്ലസ് 120GB സ്റ്റോറേജ് ആണ്. പക്ഷേ ഇരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 1. അതായത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഇതിനകത്തിരിക്കുന്നത്. സോ ഞാൻ ഫോൺ ബൂട്ട് ചെയ്ത് പിന്നെ ഉപയോഗിച്ചിട്ട് ഇതുവരെയും എനിക്കൊരു ലാഗ് ഫീൽ ചെയ്തില്ല. പ്ലസ് 120 Hz റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനും കൂടെ ആയതുകൊണ്ട് പക്കാ സ്മൂത്താണ്. എന്താ പറയുക, ഒരു വെണ്ണ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വെറുതെ ഡേ ടു ഡേ യൂസിൽ മാത്രമല്ല, ഗെയിംസ് ഞാൻ കളിച്ചു നോക്കി. കിട്ടിയപ്പോൾ തന്നെ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ഇൻസ്റ്റാൾ ചെയ്തു. ആൻഡ് എന്തോ എൻ്റെ സർപ്രൈസിന് കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ തുടങ്ങിയിട്ട്
ബൈ ഡിഫോൾട്ട് സെറ്റിങ്സിൽ പോയപ്പോൾ മാക്സ് സെറ്റിങ്സിലാണ് കിടക്കുന്നത്. അതായത് ഗ്രാഫിക്സും ഭയങ്കര ഫുള്ളിലാണ്, അതേപോലെ ഫ്രെയിം റേറ്റും ഫുള്ളിലാണ്. ആൻഡ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിലൊക്കെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം അതാണ് അവർ ഡെലിവർ ചെയ്യേണ്ടത്, അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം ഗെയിമുകളൊന്നും കുത്തിക്കേറ്റിട്ടില്ല. ജസ്റ്റ് കോൾ ഓഫ് ഡ്യൂട്ടി ഇൻസ്റ്റാൾ ചെയ്തു, കളിച്ച് നോക്കി പറ്റുന്നുണ്ടോ എങ്ങനെയാണ് സെറ്റിങ്സ് എന്ന് അറിയാനായിട്ട്. ഇനി കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകുമോ, വേറെ ഏതൊക്കെ ഗെയിമുകളാണ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂവിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻസിൽ വളരെ സാറ്റിസ്ഫൈഡ്. ആൻഡ് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടും ഇതിനകത്ത് 1 UI 4.1 ആണുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 12 വരുന്നത്. ഇൻട്രസ്റ്റിംഗ് കാര്യം അതല്ല, ആ ഒരു ഇവൻറ്റിൽ അൺപാക്ഡ് ഇവൻറ്റിൽ അവർ പറഞ്ഞ ആ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം. അതായത് 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് 4 വർഷത്തെ OS അപ്ഡേറ്റും കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ്, 13, 14, 15, 16 വരെ നിങ്ങൾക്ക് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ നല്ല കാര്യം. ഇനി അടുത്തത് മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ക്യാമറ സെക്ഷൻ. ഫോൺ കൊണ്ടുവന്ന് ഫുൾ ചാർജ് ഒക്കെ ചെയ്ത് കയ്യിലെടുത്തപ്പോഴത്തേക്ക് രാത്രിയായി. പക്ഷേ സാംസങ് പറയുന്നത് ഈ ഫോണിൻ്റെ ക്യാമറാസ് നൈറ്റ് മോഡിന് ഒപ്റ്റിമൈസ്ഡ് ആണ്, നൈറ്റോഗ്രഫി എന്ന് തന്നെയാണ് അവർ അഡ്വർടൈസും അല്ലെങ്കിൽ ക്ലെയിമും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെ, നൈറ്റ് ആണെങ്കിൽ നമുക്ക് നൈറ്റോഗ്രഫി അങ്ങ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ അധികം ഫോട്ടോസ് എടുത്തു. ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ പ്രൈമറി ക്യാമറയിൽ രാവിലെ അടുത്ത ദിവസം എടുത്ത കുറേയധികം ഫോട്ടോസ് ഉണ്ട്. രാവിലെ എടുത്ത ഫോട്ടോസൊക്കെ പക്കയാണ്. ഈവൻ ഹൈലൈറ്റ്സ് നല്ലതാണ്, ഷാഡോസ് നല്ലതാണ്. വേറൊരു കാര്യം, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സ്ക്രീനിലുള്ള വ്യൂ ഫൈൻഡറിൽ നമ്മൾ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ഒരു രീതിയിലായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന പിക്ക് എന്ന് പറയുന്നത് പക്കയാണ്. അതായത് എങ്ങനെയാണെന്നറിയില്ല, അവർ ഹൈലൈറ്റ്സ്, ഷാഡോസ്, കളേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ലെവലിലാണ് ഫോട്ടോസ് വരുന്നത്. ആൻഡ് പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലാണ്. അതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ നല്ലതാണ്. ആൻഡ് അത് അഡാപ്റ്റീവ് പിക്സലാണ്. 12 മെഗാ പിക്സൽ ടു 50 മെഗാ പിക്സൽ വരെയും പോകുന്നുണ്ട്. ആൻഡ് പിന്നുള്ളത് 12 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. അപ്പോൾ അൾട്രാ വൈഡ് ക്യാമറയിലുള്ള ഫോട്ടോസും ഡേലൈറ്റിൽ അടിപൊളിയാണ്. പിന്നെ നമുക്ക് 3 times ഒപ്റ്റിക്കൽ സൂം ആണുള്ളത്. 3 times ഒപ്റ്റിക്കൽ സൂമിൻ്റെ ഫോട്ടോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഡിജിറ്റൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ അൺയൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. പക്ഷേ ഇത് കൊള്ളാം. ആൻഡ് ഇതിനകത്ത് 30 times സൂമിലേക്ക് നമുക്ക് ഡിജിറ്റലി പോകാനായിട്ട് പറ്റും. ഡിജിറ്റലി നമ്മൾ സൂം ചെയ്തെടുക്കുമ്പോൾ ചെറിയ ഒരു ഒരു ഡിസ്റ്റോർഷൻ പോലെ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 30 times വരെ ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റും, 3 times ഒപ്റ്റിക്കൽ സൂം ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറ. ഇനി നൈറ്റ് ടൈമിലെ ഫോട്ടോസും ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. കൂരിട്ടായിരുന്നു. ജസ്റ്റ് ഫോൺ എടുത്ത് പുറകിലുള്ള ഒരു പറമ്പിൽ ഞാനിങ്ങനെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുന്ന റിസൾട്ട് നോക്കൂ. അത് എനിക്ക് ഭയങ്കരമായിട്ട് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈയൊക്കെ ഷേക്ക് ആവുകയാണെങ്കിൽ പോലും അത് പിടിച്ച് നിർത്തിക്കോളും. ആ ഒരു 58% ആംഗിൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ നൈറ്റിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലാർജർ പിക്സൽ അല്ലെങ്കിൽ ബിഗ് പിക്സൽ സെൻസറാണ് ഉപയോഗിക്കുന്നത്. സോ 23% ലാർജർ സെൻസറാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഫോട്ടോസിൽ കാണുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂവിൽ കുറേ അധികം സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഇനി വീഡിയോസ് നമുക്ക് പ്രൈമറി ക്യാമറ വെച്ചിട്ട് HD 30 FPS തൊട്ട് നമുക്ക് 8K 24 FPS വരെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഞാനിപ്പോൾ 4K 60 FPS നോർമലി ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ 4K 60 FPS എടുക്കാറുള്ളൂ. ആ ഒരു ഫൂട്ടേജ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ എങ്ങനെയുണ്ട് നോക്കാൻ. ഇനി അതുപോലെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. ആൻഡ് പോർട്രേറ്റ് വീഡിയോസ് എനിക്ക് തോന്നുന്നു വളരെയധികം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് VDIS എന്ന ഒരു ടെക്നോളജി ഉണ്ട്. പ്ലസ് ഇതിനകത്ത് നിങ്ങൾക്ക് 4 times ഫാസ്റ്റർ മോഷൻ സാമ്പിളിംഗ് കൂടെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോർട്രേറ്റ് വീഡിയോസ് പോലും നല്ല ഏകദേശം പക്കയായിട്ടൊരു DSLR-ലൊക്കെ എടുത്ത രീതിക്കൊക്കെ നമുക്ക് കാണുന്നുണ്ട്. കൊള്ളാം. ഇതിനവർ സ്റ്റീരിയോ ഡെപ്ത് മാപ്പിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഡേലൈറ്റിലെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും.
പറ്റും. കൊള്ളാം, ക്രിസ്പാണ്, പോർട്രേറ്റ് മോഡ് ഉണ്ട്, പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ഫ്രണ്ടിലുള്ള വീഡിയോസ് നമുക്ക് അൾട്രാ HD 60 FPS വരെയാണ് എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇതിനകത്ത് ഫ്രണ്ടിലും നമുക്ക് നൈറ്റ് മോഡ് ഉണ്ട്. സോ വളരെ ലോ ലൈറ്റിലായാലും സെൽഫീസ് എടുക്കാൻ പറ്റുന്നുണ്ട്. എടുത്തു കഴിഞ്ഞ് പ്രോസസ്സിംഗ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. സാംസങ് S22 പ്ലസിന്റെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് ടൈം ആണ്. ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡിവൈസിൽ തന്നെയാണ്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4K 60 FPS-ലാണ്. സോ ലൈറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ജസ്റ്റ് ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്താണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിലൂടെ പറയാം. ഇനി ഇതിനകത്ത് ബാറ്ററി 4500 mAh ആണ്. ആൻഡ് ഇപ്രാവശ്യം അവർ നമ്മുടെ ചാർജിങ് സ്പീഡ് 45 വാട്ട് വരെ S22 പ്ലസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. കാരണം പ്രീവിയസ്ലി 15 വാട്ട് അതേപോലെ 25 വാട്ട് എന്നൊക്കെയായിരുന്നു. ഇപ്രാവശ്യം 45 വാട്ട് വരെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 45 വാട്ടിൻ്റെ ചാർജർ നമ്മൾ സെപ്പറേറ്റ്ലി പർച്ചേസ് ചെയ്യണം. സാംസങ്ങിൻ്റെ സൈറ്റിലുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5G സപ്പോർട്ട് ഉണ്ട്. ആൻഡ് വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഗ്ലോബൽ ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 16 ബാൻഡുകളാണ് കാണാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് Wi-Fi 6 കൂടാതെ ബ്ലൂടൂത്ത് 5.2 പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് NFC-യുടെ സപ്പോർട്ട്, വൈഫൈ കോളിംഗ്, അതുപോലെ ഇതിൻ്റെ USB പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ USB 3.2 Gen 1 ആണ്. 3.2 Gen 1 എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ സ്പീഡ്സ് തരുന്ന ഒരു ടൈപ്പാണ്. കൊള്ളാം. ആൻഡ് ഇനി ഫൈനലി സെക്യൂരിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ സാംസങ് നോക്ക് സെക്യൂരിറ്റിനകത്തുണ്ട്. നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് ഉണ്ട്, അതേപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കാര്യം പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊള്ളാം, ഭയങ്കര ഫാസ്റ്റാണ്. അൾട്രാസോണിക് നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തുള്ള AMOLED സ്ക്രീനിൻ്റെ അടിയിൽ താഴെയുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നമ്മൾ വിരൽ വെക്കുമ്പോൾ തന്നെ അങ്ങ് ഓൺ ആവുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയിട്ടുണ്ടെന്ന്. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്സ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതും ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സാംസങ് S22 പ്ലസ് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യും. ആ സമയത്ത് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ഗെയിമിങ്, അതേപോലെ ക്യാമറ, ബാറ്ററി ലൈഫ്, ചാർജിങ് സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അത് കാണണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.